വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ പുതിയ പരിഷ്കാരവുമായി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണമെന്നാണ് നിബന്ധന. ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾക്കാണ് ഈ നിബന്ധന ബാധകമായിരിക്കുന്നത്. മുൻപ് വോട്ടർ ID നമ്പറും ഏതെങ്കിലും ഫോൺ നമ്പറും നൽകിയാൽ അപേക്ഷകൾ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ അലന്തിലെ ക്രമക്കേട് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ പരിഷ്കാരം കൊണ്ടുവന്നത്. മോഷണം പിടിച്ച ശേഷമാണ് പൂട്ടുമായി ഗ്യാനേഷ് കുമാർ എത്തിയതെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. കർണാടക CIDക്ക് എപ്പോൾ തെളിവുകൾ കൈമാറുമെന്നും അദ്ദേഹം ചോദിച്ചു. മഹാരാഷ്ട്രയിലെയും ദില്ലിയിലെയും വോട്ടർ പട്ടിക ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തു വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻ വിശദീകരണം തള്ളിയാണ് രണ്ടിടങ്ങളിലെയും ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ 7 മാസത്തിനിടെയുണ്ടായ വോട്ടർമാരുടെ എണ്ണത്തിലെ കുതിച്ചുചാട്ടത്തിലാണ് കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാകുന്നത്. 14.71 ലക്ഷം വോട്ടർമാരാണ് 7 മാസത്തിനിടെ പുതിയതായി ചേർക്കപ്പെട്ടത്. 2024 നവംബർ 27-നും ഈ വർഷം ജൂൺ 30-നും ഇടയിലാണ് ഇത്രയും പേരെ പട്ടികയിൽ ചേർത്തത്. 7 മാസത്തിനിടെ ഇത്രയും വോട്ടർമാരുടെ എണ്ണം എങ്ങനെ കൂടുമെന്ന ചോദ്യമാണ് കോൺഗ്രസും NCPയും ഉന്നയിക്കുന്നത്. UPA കാലത്തും സമാന രീതിയിലുള്ള വർധനവ് ഉണ്ടായെന്ന ഒഴുക്കൻ മറുപടിയാണ് കമ്മീഷൻ നേരത്തെ നൽകിയിരുന്നത്.